ചർച്ച തുടങ്ങിയല്ലോ. ഞാൻ നോക്കിക്കോളാം. ചർച്ച തുടങ്ങിയല്ലോ. നല്ലോണം കിട്ടിയോ? സാമാന്യ ഭേദപ്പെട്ട രീതിയിൽ. എന്താടോ കാര്യം? വാട്ട് ഇസ് ദ റീസൺ? നേരത്തെ വി ഡി സതീശൻ ഒരു ബെഞ്ച് മാർക്ക് പറഞ്ഞു. 6 ചോദ്യങ്ങൾ മുഖ്യമന്ത്രിയോട് ഉന്നയിക്കുന്നുണ്ട്. അത് 6 അഴിമതിയുമായി ബന്ധപ്പെട്ടതാണ്. മുഖ്യമന്ത്രിയുടെ മകളുടെ അടക്കം ചോദ്യങ്ങളുണ്ട്. അതിനടക്കം ദീർഘനാളത്തെ മൗനത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ഇവിടെ ഒന്ന് മറുപടി പറയും എന്ന് കരുതാമോ ശ്രീ കേൾക്കുമാർ? അത് ഉത്തരം പറ. അത് പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും സംവദിക്കേണ്ട സ്ഥലം നിയമസഭയാണ്. ആ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും MLA-മാരും രാഷ്ട്രീയമായി സംസാരിക്കുന്ന സ്ഥലം നിയമസഭയാണ്. എന്നിട്ട് ആ നിയമസഭയിൽ അന്തസ്സോടുകൂടി തലയുയർത്തിപ്പിടിച്ച് വർത്താനം പറയുകയും ഉയർന്നു വന്ന ചോദ്യങ്ങൾക്ക് എല്ലാ മറുപടിയും പറഞ്ഞതുകൊണ്ടുമാണ് ഖുറാന്റെ മറവിൽ സ്വർണം കടത്തിയെന്നും ഈന്തപ്പഴത്തിന്റെ മറവിൽ സ്വർണം കടത്തിയെന്നും ഒരു മാറ്റവും ഇല്ലല്ലോ, ബിരിയാണി ചെമ്പിൽ കടത്തിയെന്നൊക്കെ പറഞ്ഞ് കെട്ടുകഥകൾ കൈതോലപ്പായിൽ കെട്ടിച്ചമച്ചവർ ആ കൈതോലപ്പായുമായിട്ട് നാട് വിട്ടു പോകേണ്ടി വന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം 99 സീറ്റിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിനോട് ജയിച്ചു. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ഒരാളും ഏതെങ്കിലും തരത്തിൽ മറുപടിയില്ല ഞങ്ങൾക്ക് എന്ന് വിശ്വസിക്കുകയില്ല. പക്ഷെ മാധ്യമങ്ങൾ കെട്ടിപ്പൊക്കുന്നതെല്ലാം നിലനിൽക്കുന്നില്ല. ഇത് കെട്ടിപ്പൊക്കിയതല്ല, ആരോപണങ്ങളുമല്ല. ഇതൊരു കുറെ നാളെ നമ്മൾ ചർച്ച ചെയ്താണ്. ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡ് മുഖ്യമന്ത്രി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളെ വരട്ടണ്ട. അതിന് കാരണം നിർമ്മല സീതാരാമൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയാണെന്നും അവരുടെ ഗവൺമെന്റ് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും അവരുടെ ഭർത്താവ് പരകാല പ്രഭാകർ എഴുതി വെച്ചിട്ടുണ്ട്. ഇത്രയും കെട്ട ഒരു ഭരണം ഇന്ത്യയിലില്ല. അവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നു. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് രാജ്യമാകെ വേട്ടയാണ്. ആ വേട്ട നടത്തിക്കൊണ്ട് പ്രതിപക്ഷ പാർട്ടികളെ ലക്ഷ്യം വെക്കുകയാണ്, കടന്നാക്രമിക്കുകയാണ്. അതിന്റെ കേരളത്തിൽ മുഖ്യമന്ത്രി ഗുരുതരമായ ആരോപണം അതിൽ ഉത്തരവിന്റെ രൂപത്തിൽ എഴുതി വെക്കുമ്പോൾ അത് തിരുത്തണം എന്ന് ആവശ്യപ്പെടേണ്ടത് അത് കേരളത്തിന്റെ ആവശ്യമല്ല. തെറ്റുപറ്റിപ്പോയി. എന്താ കാരണം എന്നറിയോ? ഹാഷ്മിയും വേറൊരാൾ തമ്മിൽ അയലോക്ക തർക്കം ഉണ്ടായി. അയലോക്ക തർക്കം ഉണ്ടായപ്പോൾ നമ്മൾ തമ്മിലുള്ള അയലോക്ക തർക്കം അങ്ങേ വീട്ടിലെ മീനാക്ഷിയെ നോക്കിയില്ല എന്നൊരു തർക്കമാണെന്ന് ഒരാൾ എഴുതി വെച്ചാൽ മീനാക്ഷിക്ക് കുഴപ്പം വരുമോ? ഇവനെന്ത് വിവരക്കാരാ ചോദിക്കണേ? ഇത്രേ ഉള്ളു കാര്യം. ഹാഷ്മി അയലോക്ക തർക്കം തർക്കം നോക്കിയപ്പോ ഞാൻ പറയുന്നു ഹാഷ്മിയും അയലോക്കാരും തർക്കം. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. തർക്കത്തിനകത്ത് കാരണം മീനാക്ഷിയെ നോക്കിയതാണെന്ന് എഴുതി വെച്ചുകൊണ്ട് നിങ്ങൾ രണ്ടാളും ഒത്തുതീർപ്പുണ്ടാക്കിയാൽ ആ ഒത്തുതീർപ്പ് എന്ന് പറയുന്നത് മീനാക്ഷിയെ ബാധിക്കില്ല എന്ന പോലെ തന്നെ ആരെങ്കിലും ഏതെങ്കിലും ഒരു സെറ്റിൽമെന്റ് ബോർഡിന്റെ ഭാഗമായി ഒരു വ്യാജം എഴുതി വെച്ചാൽ അത് വിധിയല്ല. അത് ഒരു തരത്തിലും ഒരു ഞാൻ പറയട്ടെ ഒരു സ്വതന്ത്ര വ്യക്തിയാണെന്ന് ഞാൻ പറയട്ടെ. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? മറുപടി പറയുമ്പോ നിങ്ങൾ കുറെ ആളുകൾ കൂടിയിരുന്നിട്ട് കോൺഗ്രസ്സുകാർ കൂടിയിരുന്നിട്ട് ബഹളം വെച്ചിട്ട് കാര്യമില്ല. ഞാൻ പറയണ മറുപടിയായിട്ട് മനസ്സിലാക്കുക. എന്താണ് മറുപടി? രാഹുൽ ഗാന്ധിയെ വേട്ടയാടിയ ED. ആ രാഹുൽ ഗാന്ധിയെ വേട്ടയാടിയ ED പറയട്ടെ. ഇന്ത്യ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളെ വേട്ടയാടുന്ന ED, വേട്ടയാടുന്ന ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കേരളത്തിൽ ഞങ്ങളെ വേട്ടയാടുന്നു. അങ്ങനെ ഞങ്ങളെ വേട്ടയാടുന്നതിന് ഞങ്ങളുടെ മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ മകളുടെ പേരും എവിടെയെങ്കിലും എഴുതി വെച്ചാൽ എഴുതി വെക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തലകുനിക്കേണ്ട ഒരു കാര്യം ഇവിടെ ഉന്നയിക്കപ്പെട്ട വിഷയത്തിലില്ല. അതിന് കാരണം മുഖ്യമന്ത്രി മറുപടി പറയുന്നത് എന്താ? ദയവായി കേൾക്കൂ. എന്താണ് വിഷയം? കേരള സർക്കാർ ഈ പറയുന്ന കമ്പനിക്ക് ഈ മുഖ്യമന്ത്രി ഇരുന്ന കാലത്തോ LDF സർക്കാരിന്റെ കാലത്തോ ആനുകൂല്യങ്ങൾ കൊടുത്തോ എന്നാണ് ചോദ്യം. പുള്ളിക്കാരുടെ മുന്നിൽ പറയുന്നു ഈ കർത്താവിന്റെ കമ്പനിക്ക് ഇടതുപക്ഷ ജനാധിപത്യമാണ് എന്തെങ്കിലും ഒരു ആനുകൂല്യം വഴിവിട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ പുതുപ്പള്ളിയുടെ മണ്ണിൽ ചവിട്ടി നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റും LDF-ഉം വെല്ലുവിളിക്കുന്നു. ചുണയുണ്ടെങ്കിൽ പറയൂ. ആയിരിക്കുന്ന BJP നേതാവിനോട് ഞാൻ പറയുന്നു, BJP നേതാവിനോട്
ഹരിയസ് കർത്ത എന്ന് പറയുന്ന ആ. ജന്മഭൂമിയുടെ എഡിറ്റർ ആ ഇത് വലിയ മാറണായില്ലോ. ജന്മഭൂമിയുടെ എഡിറ്ററെ എന്തുകൊണ്ട് പിരിച്ചുവിട്ടു? ആ. കുഞ്ഞാലിക്കുട്ടിയെ പ്രശംസിക്കുന്ന അല്ല ഈ മുഖപ്രസംഗം എഴുതി. അല്ല കേട്ടോ? ഈ കർത്തായുടെ ഭാര്യയുടെ കമ്പനിയിൽ നിന്ന് പോലും കടം വാങ്ങിയെന്നേ ദയവായി മുഖ്യമന്ത്രിയുടെ മകൾ. അപ്പൊ എന്താണ് ബന്ധം? ഹരിയസ് കർത്ത ആ മുഖപ്രസംഗം എഴുതിയ ആളെ പിരിച്ചുവിട്ടുവെന്ന് ഇപ്പോൾ ഗവർണറുടെ കൂടെ ജോലി ചെയ്യുന്ന ബിജെപിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ഹരിയസ് കർത്ത പറയുന്നു. അതുകൊണ്ട് ആർക്കാണ് ഏറ്റവും കൂടുതൽ ബന്ധം? ഏറ്റവും കൂടുതൽ ബന്ധം ബിജെപിക്ക്. രണ്ടാമത് ഏറ്റവും കൂടുതൽ ബന്ധം ഏതാണ്? മുഖ്യമന്ത്രിയുടെ മകളുമായിട്ടെങ്കിലും ബന്ധമുണ്ടോ കമ്പനിക്ക്? അത്രയും പറ. കടലാസിൽ ശരി. എഴുതി വെക്കപ്പെട്ട മീനാക്ഷി എന്ന് പറഞ്ഞാൽ ആ മീനാക്ഷിയുടെ ഒരു തർജ്ജമ ചെയ്താൽ മീനാക്ഷിയുടെ പര്യായം OC. പറയട്ടെ, മീനാക്ഷിയുടെ പര്യായം OC. ഓസിയോ? മീനാക്ഷിയുടെ ഉമ്മൻചാണ്ടിയോ? പര്യായം OC. ഉമ്മൻചാണ്ടിയോ? ഉമ്മൻചാണ്ടി. രാഹുൽ പറയട്ടെ, മറുപടി. ചെന്നിത്തല ആ. ദയവായി കേൾക്കൂ. ആ. ഞാൻ ചോദിക്കാം. ആ കടലാസിൽ എഴുതി വെച്ചിരിക്കുന്ന ഇന്റർ സെറ്റിൽമെന്റ് ബോർഡ് വിശുദ്ധമായ വിധിയാണെന്ന് പറയുമ്പോൾ അതിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു പേര് ഉമ്മൻചാണ്ടി, അതിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു പേര് രമേശ് ചെന്നിത്തല. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. ഒരു പി വി ഉണ്ട്. പറയാം PV ആണെന്ന് ഞാൻ പറയാൻ പോവാ. ആരാണ്? എന്റെ ജീവിതത്തിൽ നിന്നേ വരെ, നമ്മുടെ ജീവിതത്തിൽ നിന്നേ വരെ PV എന്നത് പിണറായി വിജയൻ നമ്മളാരും കേട്ടിട്ടില്ല. അത് പി വി പറയട്ടെ, അല്ലാതെ പി വി പറയണം. അത് പിണറായി വിജയൻ പറയണം. ഉത്തരവിലുള്ള കാര്യമാണ്. നിങ്ങളാരും കേട്ടിട്ടില്ല, സാർ, നമ്മളിതുവരെ കേട്ടിട്ടില്ല. ആ പണം വാങ്ങിച്ച ബാക്കി എല്ലാവരും പറഞ്ഞു ഞങ്ങൾ വാങ്ങിച്ചു. ഇതൊരു നടക്ക് പോണ മാതിരില്ല. പിണറായി വിജയൻ പറയട്ടെ ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല പറയട്ടെ. ഒരു കാര്യം ഞാൻ പറയാം. പോലെ ഇരിക്കും. ഒരു കാര്യം ഞാൻ പറയാം. അല്ല പോലെ പോരുത്. പറയട്ടെ. ഇവിടെ അങ്ങ് നിർത്തുകയാണ്. അതായത് കോൺഗ്രസ് പാർട്ടിയുടെ കുറെ പ്രവർത്തകരെ ചുറ്റും കൊണ്ട് നിർത്തിയിട്ട് മണലി വരാൻ പോടെ അവര് വന്നാന്നേ. വഴിയിലേക്ക് ഹലോ പോരുത്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണൽ വിൽക്കാൻ പോണു. പോരി. അല്ല ആൽക്കുമാർ ആ ചർച്ച തുടങ്ങിയല്ലോ. ഞാൻ നോക്കിക്കോളാം. ചർച്ച തുടങ്ങിയല്ലോ. നിനക്ക് പറ്റൂലേ കളഞ്ഞിട്ട് പോടേ. അനുവാദമുണ്ട്. അല്ല കേറിയിരിക്കുന്നേ. ഞാൻ സംസാരിക്കാൻ സമയമുണ്ട്. സംസാരിക്കാൻ സമയം ഞാൻ തരും. അതെന്റെ ഉറപ്പാണ്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. അതെന്റെ ഉറപ്പാണ്. കയറിയിരിക്കും. താങ്കൾക്ക് സംസാരിക്കാനുള്ള മതിയായ സമയം നൽകുമെന്നും അവരെ ഞാൻ നിശബ്ദ ഞാൻ തന്നെ ഉറപ്പാണ്. കയറി അങ്ങനെ പണങ്ങിപ്പോ ചർച്ച തുടങ്ങിയിട്ടല്ലോ. അല്ല അങ്ങനെ പണങ്ങിപ്പോ ചർച്ച തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഒരു അലമ്പും ഇല്ലാതെ കയറി വാ. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ വിധി. അൽകുമാറിന് മുമ്പിലേ ഉള്ളൂ. അലമ്പുണ്ടാക്കുന്ന കൂട്ടത്തിനു മുമ്പിൽ ഈ പരിപാടിക്കില്ല. അങ്ങനെയല്ല, ഇതൊരു ചർച്ചയാണ്. കോൺഗ്രസുകാരെ വട്ടം നിർത്തി കേൾപ്പിക്കാതിരിക്കാനാണെങ്കിൽ ഞങ്ങൾ ആളെ അങ്ങനെ അല്ലാന്നേ. വരൂ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.